ഗാസയ്ക്ക് മേൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം 9 മാസം പിന്നിടുമ്പോഴും സൈനിക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടി. ഗാസയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്ന് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിന് സംയുക്ത അടിയന്തര ശ്രമങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് UAE ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. മേഖലയിലെ പിരിമുറുക്കം കുറച്ച് സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കുക, തീവ്രവാദം ചെറുക്കുക, ആക്രമണങ്ങൾ തടയുക എന്നിവയുടെ പ്രാധാന്യവും ഷെയ്ഖ് അബ്ദുല്ല ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹമാസുമായി ബന്ദികളെ മോചിപ്പിക്കുന്ന കരാർ ചർച്ച ചെയ്യാൻ ഒരു സംഘത്തെ അയക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചു. എന്നാൽ ബന്ദികളുടെ മോചനം സാധ്യമായതിനു ശേഷം മാത്രമേ വെടിനിർത്തൽ ചർച്ചകൾക്ക് തുടക്കമാകൂ എന്നും നെതന്യാഹു അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണമെന്നുമാണ് ഹമാസ് ഇതുവരെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹമാസിന്റെ നിലപാടിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇതിനർത്ഥം ഹമാസ് ഇസ്രയേൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി എന്നല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ പോരാട്ടത്തിൽ താൽക്കാലിക വിരാമങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഇസ്രയേലും അറിയിച്ചു. 4 പതിറ്റാണ്ടിനിടയിൽ ഇസ്രയേൽ നടത്തിയ ഏറ്റവും തീവ്രമായ സൈനിക നടപടികളാണ് ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബറിന് ശേഷം 300-ലധികം ഇസ്രയേൽ സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 4000-ലധികം സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇത്രയും കാലം നീണ്ട ഒരു സൈനിക നീക്കത്തിന് സേന സജ്ജരായിരുന്നില്ല എന്നും ഹമാസുമായി ഉടമ്പടിയിലെത്തിയാൽ അത് ഹിസ്ബുള്ളയുമായുള്ള സംഘർഷങ്ങൾക്ക് അയവ് വരുത്തിയേക്കാമെന്നും ഇസ്രയേൽ സൈനിക മേധാവികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഗറില്ല യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിലേക്ക് കൂടുതൽ ആക്രമണം നടത്തുന്നതിന് ഹിസ്ബുള്ളയ്ക്ക് സാധിക്കും എന്ന ഒരു സാധ്യതയും ഇസ്രയേൽ സൈനികർ പറയുന്നുണ്ട്. ഇതിനൊപ്പം ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്നിവയുൾപ്പെടെ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയതിനു ശേഷം മാത്രമേ സൈനിക നടപടികൾ അവസാനിപ്പിക്കൂ എന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം. ഹമാസിനെ ഗാസയിൽ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്ന സാഹചര്യത്തെ നെതന്യാഹു ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല.